ഹലോ, അപ്പോൾ ഒരു കുഞ്ഞ് ഗെറ്റ് റെഡിയാണേ. നമ്മൾ വിഷുവൊക്കെ ആയിട്ട് നമ്മളെ നാട്ടിലെ ഷോപ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതുവരെയും ഇതിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെയൊക്കെ ടൈമുകളിലാണ് നമ്മൾ വെളിയിൽ ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് അതേ ചീർപ്പിൻ്റെ ഒരു പരുവം കാരണം എൻ്റെ മുടി അതിലിങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വൃത്തികെട്ട എക്സ്പ്രഷൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പോകുന്നത് കുട്ടനാട് ടൗണിലെ ഒരു ഷോപ്പുണ്ട്, ഷഹനാസ്. ഞാൻ മുന്നേ അങ്ങോട്ടൊക്കെ പോയിട്ട് വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സ്നേഹനിധിയായ കുറേ ചേച്ചിമാരുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കൂടി കാണണം, സംസാരിക്കണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ കുറച്ചധികം ഷോസ് നിങ്ങളെ കാണുന്നുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗെറ്റ് റെഡി അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ടൊന്നുമില്ല, സൺസ്ക്രീം ഒക്കെ ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ ഗെറ്റ് റെഡി ഞാൻ ഒരു ഷോർട്ടായിട്ട് ഇടുന്നതാണ്. നിങ്ങൾ ബോറടിച്ചാലും കണ്ടേ പറ്റൂ, ഇന്ന് സഹിച്ചേ പറ്റൂ എന്ന് പറയുന്ന കൂട്ടത്തിൽ കുഞ്ഞു മൊട്ട് കമ്മലായിരുന്നു. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടൊരു റിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സൺസ്ക്രീം കയ്യിൽ കാലിലൊക്കെ നമ്മൾ വേണ്ടുവോളം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. പിന്നെ എൻ്റെ ഫോണിന് ഇടയ്ക്കും തലയ്ക്കും ബദിരിയും മൂകയും ആകുന്നത് കൊണ്ട് ഷോപ്പിൽ കയറിയപ്പോൾ അദ്ദേഹം ബദിരിനും മൂകനും അല്ലാത്ത അവസ്ഥയിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ അത് ഇറക്കിയതിന് ശേഷം നമ്മൾ നേരെ പോയത് നമ്മൾ ഷഹനാസ് ഷോപ്പിലേക്കാണ് കേട്ടോ. ഇവിടെ ഓണാണെങ്കിലും വിഷു ആണെങ്കിലും ഒക്കെ പുതിയ പുതിയ മെറ്റീരിയൽസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. നമുക്ക് നന്നായിട്ട് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഏത് ടൈമിൽ ചെന്നാലും വെറൈറ്റി മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഇതേ ഇവിടുത്തെ സ്നേഹനിധിയായ കുറച്ച് ചേച്ചിമാരുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരൊക്കെയാണ് ഇവർ കേട്ടോ. അപ്പോൾ അവരെ കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. അതുപോലെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ കുറേ സംസാരിച്ചു. ഇത് നമ്മുടെ സിം ചേച്ചിയാണ് കേട്ടോ. സ്ഥിരമായിട്ട് അവിടെ കാണുന്ന ഓളിനോളായിട്ട് നടക്കുന്ന ആളാണ്. അങ്ങനെ കുറേ ചേച്ചിമാരെടുത്ത് കുറേ വേണ്ടോടും വിശേഷങ്ങളൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവിടെ പോയാൽ തിരികെ വരെ ഒരു ടൈം എടുക്കും. അത്രയും സമയം അവിടെ സ്പെൻഡ് ആവും. എന്നിട്ട് അവരെന്നെ ചോദിക്കും, പോയില്ലേ ഇതുവരെ എന്ന് ചോദിക്കും. കാരണം അവരെടുത്തൊക്കെ സംസാരിച്ച് പിന്നെ നമ്മൾ പർച്ചേസൊക്കെ ചെയ്ത് സാവകാശമാണ്, ഒന്നും വീണ്ടും പറഞ്ഞ് അങ്ങനെ ടൈം അങ്ങോട്ട് പോവും. ഈ ഇരിക്കുന്നത് അവിടുത്തെ അജ്രക് മെറ്റീരിയൽസ് ആണ് കേട്ടോ. അടിപൊളി കളക്ഷനാണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അത്രയും കളക്ഷൻ ഉണ്ട്. പോകെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. പെട്ടെന്ന് സ്റ്റോക്കൊക്കെ തീരും കേട്ടോ. ഇവിടെ മെറ്റീരിയലിൻ്റെ വമ്പൻ കളക്ഷൻ എന്ന് പറഞ്ഞുള്ളൂ. അടിപൊളി കളക്ഷനാണ്. ഇപ്പോൾ റെഡിമെയ്ഡ് ആവട്ടെ, സൽവാർ ആവട്ടെ, സാരി ആവട്ടെ, എല്ലാം സാധാരണക്കാർക്കും ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലാണ് കേട്ടോ ഇവർ സെയിൽ ചെയ്യുന്നത്. എന്താ പറയുക, എല്ലാവർക്കും ഒരുപോലെ എടുക്കാം. ഇതേ ഒരാളിരുന്ന് വെള്ളം കുടിക്കണേ, ഒളിച്ചേ കണ്ടേന്ന് പറഞ്ഞിരിക്കുകയാണ് ഇരിക്കുന്നത്. ഞാൻ പറയും, ഇവിടെ മൊത്തം കറങ്ങി നടക്കാണ്, കാര്യമായിട്ട് പണിയൊന്നും എടുക്കണില്ല. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ബില്ലിംഗ് സെക്ഷനിൽ വന്നിട്ട് ബില്ലിംഗ് സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് അമ്മുകുട്ടിയാണ് കേട്ടോ. അതേ ആളാണ്, പുള്ളിക്കാരത്തിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ വിഷു പ്രമാണിച്ച് അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൂറ്റനാട് പട്ടാമ്പി ഭാഗത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷഹനാസ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പ്രൊമോഷൻ ഒന്നല്ലേ, നമ്മൾ സന്തോഷത്തോടുകൂടി പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്ത മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് അതിഗംഭീരമായി തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. സുജി എന്ന് പറഞ്ഞ ചങ്കിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. എനിക്ക് എന്ത് മെറ്റീരിയൽ വാങ്ങിച്ചാലും ഞാൻ ഇവിടെയാണ് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ വരുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് കേമായിട്ട് അടിച്ചേരും. അടിച്ചേരൽ മാത്രമല്ല, നമ്മളിവിടെ വന്നിട്ട് കുറച്ചധികം നേരം സംസാരിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. എന്താ പവിത്ര, എന്താ ചിരി. ഞങ്ങൾ ഇതുപോലെ കുറേ നേരം ഇവിടെ ഇരുന്ന് സംസാരിക്കും. എന്തൊക്കെയാണ് വീട്ടിൽ പോയത് അല്ലേ. കുറേ നല്ല നല്ല കാര്യങ്ങൾ ഉപദേശിച്ച് തരും, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. അതന്നെ, നല്ല അടിപൊളിയായിട്ട് തയ്ക്കും കേട്ടോ. സൂപ്പറായിട്ട് ബ്ലൗസും ചുരിദാറൊക്കെ തയ്ക്കും. നമുക്കില്ലേ പെട്ടെന്ന് അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചുരിദാർ തയ്ച്ചു തരും. എത്ര റേറ്റ് വരും അപ്പോൾ സ്റ്റിച്ചിങ് ചാർജ് 200 രൂപ കൂടും. അത്രേ ഉള്ളൂ. നോർമലി ഒരു ചുരിദാർ തയ്ക്കാൻ നമ്മുടെ റേറ്റ് 400. നമ്മുടെ റേറ്റ് 400 പെട്ടെന്ന് 1 മണിക്കൂറിനുള്ളിൽ തയ്ച്ചു തരണമെന്നുണ്ടെങ്കിൽ 200 രൂപ അഡീഷണൽ ചാർജ് ഈടാക്കുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് തയ്ച്ചു തരും അല്ലേ. അടിപൊളി. പറഞ്ഞ മോഡൽ സ്പോട്ടിലാണ് അടിപൊളിയായിട്ട് അടിച്ചു തരും കേട്ടോ. ഈ ഗൗരവം നോക്കണ്ട, സില്ലികളാണ് സില്ലികൾ. എൻ്റെ ഡ്രസ്സ് ഒരുവിധം ടോപ്പും ചുരിദാറും ബ്ലൗസും ഒക്കെ ഇവിടെ ഇദ്ദേഹം തന്നെയാണ് തയ്ച്ചു തരാറ്. ഞാൻ ഡിസൈനൊക്കെ പറഞ്ഞു കൊടുക്കും. ആളുടെ കഴിവിൽ ഭംഗി കണ്ട് മാത്രമാണ് തയ്ച്ചു തരുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് തയ്ച്ചു തരും. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് നേരം ഞങ്ങൾ ഏതാണ്ട് വിഷലൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിരിയുന്നതാണ്. ഓക്കെ, ആ കൊണ്ടുവന്ന ലോഡൊക്കെ കൊടുക്കട്ടെ.
നമ്മളെ കൊണ്ടുവന്ന ലോഡൊക്കെ ഇദ്ദേഹത്തിന് കൈമാറട്ടെ. കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കാണാം. പുതിയതായിട്ട് എന്താ കാണിക്കുക? അല്ല, ഞാൻ വിഷു കഴിഞ്ഞിട്ട് ഞാൻ ഒരു ജാക്കറ്റ് തരണം. ജാക്കറ്റുകളുടെ സംസ്കാരം സാരിയാണ് നിങ്ങളുണ്ടല്ലോ അതേ റേറ്റ് വരുന്നില്ല. ഇത്ര രീതിക്കുള്ള അപ്പോൾ ടാറ്റ ബൈ ബൈ. ടാറ്റ പറഞ്ഞു ടാറ്റ ബൈ ബൈ. ശരിക്കും ടൗണിൽ റോഡ് പണിയൊക്കെ നടക്കുക അറ്റകുറ്റപ്പണികളാണ് കേട്ടോ, കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും നല്ല ബ്ലോക്കും തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്, ഞാൻ സ്ഥിരമായിട്ട് പോകുന്നൊരു വഴിയുണ്ട്, ഒരു കുന്നിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇറങ്ങിയിട്ട് അവിടെ ആൾതാമസം വീടൊക്കെ ഉള്ളതാണ്. പണ്ട് വലിയ കുന്നൊക്കെ ആയിരുന്നു. പിന്നെ കുട പിന്നെ നമ്മുടെ കൂടപ്പിറപ്പ് ആയതുകൊണ്ട് കുടയും ചൂടി ഇതേപോലെ തന്നെ നടന്നു വരും കേട്ടോ. അതേ കണ്ടോ, ഇത് വലിയൊരു കുന്നായിരുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തരൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾതാമസമൊക്കെ. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും അധികം വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ നല്ല മുഴുത്ത ചാമ്പയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഉപ്പിലിട്ട് കഴിച്ചിട്ട് ഒരു ഒറ്റക്കലം വെള്ളം കുടിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറച്ചധികം വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറന്നേക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലിയ മൂല്യം. അപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവരോടും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ.